പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് തിരിച്ചടി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. എറണാകുളം സബ് കോടതിയുടേതാണ് നടപടി. ബൈലോ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്ന് ജി സുരേഷ് കുമാറും ആരോപണങ്ങൾക്ക് പിന്നിൽ സാന്ദ്രയുടെ അസഹിഷ്ണുതയാണെന്ന് ലിസ്റ്റിൻ സ്റ്റീഫനും പ്രതികരിച്ചു. ബാധിച്ച കാര്യം ഞങ്ങളാരും കോടതിയിൽ പോയി ബാധിക്കുകയില്ല. ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ബൈലോ പ്രകാരമാണ് ഞങ്ങളത് കാര്യങ്ങൾ നീക്കിയത്. സമർപ്പിച്ചു. അത് കൊടുത്ത് അതിന് ശേഷമാണല്ലോ കോടതി ഇത് ഇങ്ങനൊരു വിധി വന്നത്. വളരെ സന്തോഷമുണ്ടാകും വിധി. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു. വരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു. ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. എന്തെല്ലാം ചീപ്പ് ഷോകളാണ് കാട്ടിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആൾക്കെന്തോ ഫ്രസ്ട്രേഷൻസ് വന്നതെന്നോ ഞങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും എതിരെ തുറന്നടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുള്ള കേസല്ലല്ലോ. ലെബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലെബി സജീന്ദ്രൻ, കോടതിയെ സമീപിച്ച സാന്ദ്ര തോമസിന് തിരിച്ചടിയാണോ നേരിട്ടത്? എന്താണ് കോടതിയുടെ വിലയിരുത്തൽ? സുജിയ, തീർച്ചയായും സാന്ദ്രയ്ക്ക് ഈ ഘട്ടത്തിൽ ഇത് തിരിച്ചടി തന്നെയാണ്. കാരണം നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പ് നടക്കുക. ഈ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും മത്സരത്തിന് കൊടുത്തിരുന്നു. എന്നാൽ ഈ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. ഇതേ തുടർന്നാണ് സബ് കോടതിയെ സാന്ദ്ര സമീപിച്ചത്. സാന്ദ്ര ഇനി അയോഗ്യയാകുന്നു എന്നുള്ളതാണ് സാന്ദ്രയ്ക്ക് ഏറ്റ തിരിച്ചടിയുടെ പ്രധാന കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മാത്രമാണ് ഇനി സാന്ദ്രയ്ക്ക് മത്സരിക്കാനാകുക. ഇതിൽ 3 സിനിമ നിർമ്മിക്കണം എന്നതായിരുന്നു ബൈലോ പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ സാന്ദ്ര നൽകിയ 2 സിനിമ സാന്ദ്ര നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ സാന്ദ്ര നൽകിയ മറ്റ് രേഖകളിൽ അത് ഫ്രൈഡേ സിനിമാസിൻ്റെ പേരിലുള്ളതായിരുന്നു. അത് വിജയ് ബാബു ഇത് സംബന്ധിച്ചുള്ള രേഖകൾ നൽകിയതോടുകൂടിയാണ് സാന്ദ്രയ്ക്ക് ഇപ്പോൾ എറണാകുളം സബ് കോടതിയിൽ തിരിച്ചടി ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സുജയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുതൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. സാന്ദ്ര നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതിനുശേഷം പത്രിക തള്ളിയതോടുകൂടിയാണ് സബ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സാന്ദ്ര അന്ന് പറഞ്ഞിരുന്നത് സാന്ദ്ര പിന്നീട് നിർമ്മിച്ച പടങ്ങളിൽ സാന്ദ്ര ഈ സിനിമകളുടെ എല്ലാം മാനേജിംഗ് പാർട്ട്ണറാണ് എന്നുള്ള വാദമാണ് കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇത് കോടതി തള്ളുകയാണ്. വിജയ് ബാബു തെളിവ് സമർപ്പിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ സാന്ദ്ര നൽകിയ ഹർജി സബ് കോടതി തള്ളാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുജയ, ഓക്കെ. സാന്ദ്ര തോമസിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ അസഹിഷ്ണുത എന്നതാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചിരിക്കുന്നത്.